2026 നടക്കുന്ന ബോർഡ് എക്സാമിന് വേണ്ടി CBSE തയ്യാറാക്കിയിരിക്കുന്ന സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ. അതിൽ ബേസിക് മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. എപ്പോഴും സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് വളരെയധികം ഗുണം ചെയ്യും. കഴിഞ്ഞ വർഷങ്ങളിലെ പാറ്റേണുകളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് ഏതാനും ക്വസ്റ്റ്യനുകൾ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒന്നാണ് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ പഠനം. നമുക്ക് അതിലേക്ക് കടക്കാം. സെക്ഷൻ എയിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്. സെക്ഷൻ എയിൽ എല്ലാ ക്വസ്റ്റ്യനും ഓരോ മാർക്കായിരിക്കും, 20 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. ദ എക്സ്പോണന്റ് ഓഫ് 3 ഇൻ ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 2025. മറ്റൊന്നും നോക്കണ്ട, 2025നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക, എന്നിട്ട് 3യുടെ എക്സ്പോണന്റ് കണ്ടുപിടിക്കുക. ദ പ്രൈം ഫാക്ടറൈസേഷൻ നടത്തുമ്പോൾ കുറച്ച് പ്രൈം നമ്പറുകൾ നമ്മൾ ഓർമ്മ വേണം. ആദ്യത്തെ പ്രൈം നമ്പർ 2, 3, പിന്നെ 3, 5, 7, 11, 13, 17, 19 അങ്ങനെ പോകുന്നു. നമുക്ക് ഇതിനെയാണ് പ്രൈം ഫാക്ടറൈസ് ചെയ്യേണ്ടത്. 2025 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതൊരു ഓഡ് നമ്പറാണ്. 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. 2ഉം 0യും 2ഉം 5ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 9 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3, അതുകൊണ്ട് പറ്റും. ഡിവൈഡ് ചെയ്തപ്പോൾ 675 എന്ന് കിട്ടി. ഇതിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ചെയ്ത് വരുമ്പോൾ 225 എന്ന് കിട്ടി. വീണ്ടും ഡിവൈഡ് ചെയ്തു, 75 എന്ന് കിട്ടി. വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 2025യുടെ പ്രൈം ഫാക്ടറൈസേഷനാണ് ഇപ്പോൾ നമ്മൾ നടത്തിയിരിക്കുന്നത്. 2025 ഈക്വൽ ടു 3 എത്രണ്ണമുണ്ട്? 1, 2, 3, 4. 3⁴ ഇൻറ്റു 5 രണ്ടെണ്ണം, 5⁻². 3യുടെ എക്സ്പോണൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. 3യുടെ എക്സ്പോണൻ്റ് 4 ആണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ്. പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2024x പ്ലസ് 2025y ഈക്വൽ ടു 1. 2025x പ്ലസ് 2024y ഈക്വൽ ടു -1. കണ്ടുപിടിക്കേണ്ടത് x മൈനസ് y ആണ്. എക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല, y കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല, x മൈനസ് y ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇവിടെ 2024x ആണ്, ഇവിടെ 2025x ആണ്. അപ്പോൾ ഞാൻ ഈ ഇക്വേഷനിൽ നിന്നും ഈ ഇക്വേഷൻ മൈനസ് ചെയ്യും. അതുപോലെയാണല്ലോ ഇവിടെ കിടക്കുന്നത്. ഞാനത് ചെയ്യാൻ പോവുകയാണ്. ഈ രണ്ടാമത് എഴുതിയിരിക്കുന്ന ഇക്വേഷൻ 2025x പ്ലസ് 2024y ഈക്വൽ ടു -1. താഴെ ഈ ഒന്നാമത് എഴുതിയിരിക്കുന്ന ഇക്വേഷൻ 2024x പ്ലസ് 2024y ഈക്വൽ ടു 1. ഇനി കണ്ടുപിടിക്കേണ്ടത് x മൈനസ് y ആയത് കാരണം ഈ ഇക്വേഷനിൽ നിന്ന് ഈ ഇക്വേഷൻ മൈനസ് ചെയ്യാണ്. മൈനസ് ചെയ്യുന്നതിന് പകരം നമുക്ക് മൈനസ് ചെയ്യേണ്ട നമ്പറിൻ്റെ സൈൻ ചേഞ്ച് ചെയ്തിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ ആഡിങ് ആണ്. ഇപ്പോൾ പോസിറ്റീവ് 2025ഉം നെഗറ്റീവ് 2024ഉം കൂടി ആഡ് ചെയ്താൽ ഇവർ തമ്മിൽ ഒരു 1ൻ്റെ പോസിറ്റീവും നെഗറ്റീവും വന്നാൽ വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം, അപ്പോൾ പോസിറ്റീവ് 1x എന്ന് കിട്ടും. ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഓപ്പോസിറ്റ് ചിഹ്നങ്ങൾ വന്നാൽ വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം, അപ്പോൾ -2025ൽ നിന്ന് 2024 കുറക്കുമ്പോൾ 1, വലുതിൻ്റെ ചിഹ്നം -1y ഈക്വൽ ടു, ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ സെയിം സൈൻ ആഡ് ആൻഡ് കീപ്പ് -2. 1x എന്ന് എഴുതിയാലും x എന്ന് എഴുതിയാലും കണക്കാണ്. x മൈനസ് 1y എന്ന് എഴുതേണ്ട, y ഈക്വൽ ടു -2. ഓപ്ഷൻ ബി. നമ്പർ ഓഫ് പോളിനോമിയൽസ് ഹാവിങ് -2 ആൻഡ് 5 ആസ് ഇറ്റ്സ് സീറോസ് തന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് 2 0 ഉണ്ടാവും. അപ്പോൾ അത് വെച്ച് എത്ര പോളിനോമിയൽ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ 0 -2 ആൽഫ -2, രണ്ടാമത്തെ 0 5 ബീറ്റ 5. നമ്മൾ പോളിനോമിയൽ ഉണ്ടാക്കണമെങ്കിൽ സമ്മ് കണ്ടുപിടിക്കണം, പ്രൊഡക്റ്റും കണ്ടുപിടിക്കണം. അപ്പോൾ സമ്മ് കണ്ടുപിടിക്കുമ്പോൾ -2 + 5 ഈക്വൽ ടു +3. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -10 എന്ന് കിട്ടും. ഇനി പോളിനോമിയൽ എഴുതുന്ന രീതി നമുക്കറിയാം. പോളിനോമിയൽ കാണാനായി x² മൈനസ് സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് സീറോസ്. ബട്ട് ഇതിന് പുറമെ ഒരു k ഇൻറ്റു k ഇട്ട് കൊടുക്കാം. എന്ന് പറഞ്ഞാൽ എന്ത് വാല്യൂ വെച്ച് വേണമെങ്കിലും, അതായത് റിയൽ നമ്പറാണ്, ഏത് വാല്യൂ വേണമെങ്കിലും നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഉദാഹരണത്തിന് ഇത് തന്നെ എഴുതാം. അപ്പോൾ ഇതൊരു പോളിനോമിയലാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിനെ k എന്ന് പറഞ്ഞാൽ 1 ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അത് തന്നെ. വേണമെങ്കിൽ kയുടെ വാല്യൂ 2 ഇട്ട് കൊടുത്താൽ 2x² മൈനസ് 2 × 3x എന്ന് പറഞ്ഞാൽ 6x മൈനസ് 2 × 10 എന്ന് പറഞ്ഞാൽ 20. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇങ്ങനെ കിട്ടും. 3 കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ വേറൊരു പോളിനോമിയൽ കിട്ടും. 4 കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ വേറൊരു പോളിനോമിയൽ കിട്ടും. അപ്പോൾ ഏത് റിയൽ നമ്പർ വെച്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്ര പോളിനോമിയൽ ഉണ്ടാവും ഈ സീറോസ് ഉള്ളത് എന്ന് ചോദിച്ചാൽ ഒരു പോളിനോമിയൽ അല്ല, എത്ര വേണമെങ്കിലും ഉണ്ടാകാം. ഇൻഫിനിറ്റ്ലി മെനി പോളിനോമിയൽസ്.
ഇതിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ കട്ട് ചെയ്ത് പോകുന്നത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ദാ ഇവിടെ ഒരു എക്സ് സ്ക്വയർ വരും, അപ്പുറത്തും ഒരു എക്സ് സ്ക്വയർ ഉണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ കട്ട് ചെയ്ത് പോകാൻ സാധ്യതയുള്ളത് ഇതാണ്. അതാദ്യം ഒന്ന് പരിശോധിക്കാം, ബാക്കിയും പരിശോധിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് ഇത് കട്ട് ചെയ്ത് ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ടാവുന്നു, ഈ എക്സ് സ്ക്വയർ ഇങ്ങോട്ട് വരുമ്പോൾ എക്സ് സ്ക്വയർ ഇല്ലാതെ ആയി പോകുന്നുണ്ട്. ഞാനതൊന്ന് പരിശോധിക്കുകയാണ്. ദാ ഞാനത് ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതിയിരിക്കുന്നു. എനിക്ക് ഡൗട്ട് ഇതിനാണ്, അതാണ് ഞാൻ ഇങ്ങോട്ട് എടുത്തത്. കാരണം ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെയും എക്സ് സ്ക്വയർ ഉണ്ടാവും. അപ്പോൾ അത് ക്യാൻസലായി പോകും. എക്സ് സ്ക്വയറിൻ്റെ ടേം ഇല്ലെങ്കിൽ ഒരിക്കലും അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആകില്ല. ഇവിടെ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 1 ആണ്. ഇത് എക്സ്പാൻഡ് ചെയ്യുന്നു, എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ്, എ 2 ആണ്, ബി മൈനസ് 1 ആണ്, പ്ലസ് എ ഇൻറ്റു ബി. ഓക്കെ, ഇവിടെ അതേപോലെ തന്നെ ഇട്ടിരിക്കുന്നു. നോക്കൂ, ഇവിടെ നമുക്ക് കാണാം ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെയും ഒരു എക്സ് സ്ക്വയർ ഉണ്ട്. പോസിറ്റീവ് ആണ്, ഇത് ഇങ്ങോട്ട് വരുമ്പോൾ നെഗറ്റീവ് ആവും, കട്ടായി പോകും. ഇവിടെ വെച്ച് തന്നെ കട്ട് ചെയ്തോളാം. ഇത് ആഡ് ചെയ്ത് വരുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് കൂടി ആഡ് ചെയ്യുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം 1x 2 ഇൻറ്റു മൈനസ് 1 എന്നാണ് -2. ഇവിടെ നമ്മൾ ചെയ്ത് വരുമ്പോൾ -2x -3. ഈ -2x ഇപ്പുറത്തേക്ക് വരുന്നാൽ +2x ആവും. 1x + 2x 3x ആവും. -2ൻ്റെ അടുത്തേക്ക് ഈ -3 ഇങ്ങോട്ട് വരുമ്പോൾ +3 ആവും, 1 ആവും. ഇതെന്തായാലും ഒരു ലീനിയർ ഇക്വേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല. ഉറപ്പായിട്ടും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലാത്തത് ഇത് തന്നെയാണ്. ചില കുട്ടികൾക്ക് തോന്നും ഇതായിരിക്കുമെന്ന് തോന്നും, കാരണം ഇത് ക്യൂബ് ഉണ്ടല്ലോ. ഇവിടെ ഒരു ക്യൂബ് ഉണ്ട്, ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഒരു ക്യൂബ് ഉണ്ടാവും, അത് കട്ട് ചെയ്ത് പോകും. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നെ ആയിരിക്കും. നമ്മളിതുപോലെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിക്കോളൂ. ദ വാല്യൂ ഓഫ് എക്സ് ഫോർ വിച്ച് 2x, എക്സ് പ്ലസ് 10 ആൻഡ് 3x + 10 ആർ 3 കൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എ പി. അതായത് ഇത് എ പി ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3 അടുത്തടുത്ത ടേം ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ ഉണ്ട്. ഏറ്റവും എളുപ്പത്തിൽ ഒരു കാര്യം പറഞ്ഞുതരാം. ഇത് ഒന്നാമത്തെ ടേം, ഇത് രണ്ടാമത്തെ ടേം, ഇത് മൂന്നാമത്തെ ടേം ആണെന്ന് കരുതുക. ഓർക്കുക, ഈ ഒന്നാമത്തെയും മൂന്നാമത്തേൻ്റെയും കൂടി ആവറേജ് എടുത്താൽ ഇത് കിട്ടും. അതായത് 2x + 3x + 2/2 ചെയ്താൽ x + 10 കിട്ടും. 2 ഇപ്പുറത്തേക്ക് പോരട്ടെ, 2x-ഉം 3x-ഉം കൂടി കൂട്ടുമ്പോൾ 5x + 2 ഈ 2 അപ്പുറത്ത് ചെല്ലുമ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യും. 2 ഇൻറ്റു എക്സ് 2x + 2 ഇൻറ്റു 10 20. ആ ബ്രാക്കറ്റ് ഇട്ടത് പ്രത്യേകമായിട്ട് ഇട്ടാൻ. 2x ഇങ്ങോട്ട് പോരുന്നു, 5x - 2x ഇവിടെ വരുമ്പോൾ മൈനസ് ആവും. അപ്പോൾ 5x - 2x എന്ന് പറഞ്ഞാൽ 3x = 20യുടെ അടുത്തേക്ക് ഈ 2 അങ്ങോട്ട് ചെല്ലുമ്പോൾ 20 - 2 അപ്പോൾ 18. x = 18/3, that is equal to 6. ഓപ്ഷൻ എ.